അദ്ധ്യായം 21. ലേവ്യരുടെ പട്ടണങ്ങൾ. കാനാൻ ദേശത്ത് ഷീലോയിൽ വെച്ച് ലേവ്യരുടെ കുടുംബത്തലവന്മാർ എലയാസറിൻ്റെയും നൂനിൻ്റെ മകൻ ജോഷുവായുടെയും ഇസ്രായേൽ ഗോത്രങ്ങളുടെ കുടുംബത്തലവന്മാരുടെയും അടുത്തു വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് താമസിക്കാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങളും തരണമെന്ന് കർത്താവ് മോശ വഴി അരുളി ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഇസ്രായേൽ തങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങളും മേച്ചിൽ സ്ഥലങ്ങളും ലേവ്യർക്ക് കൊടുത്തു. കൊഹാത്ത് കുടുംബങ്ങൾക്കു വേണ്ടി നറുക്കിട്ടു. അതനുസരിച്ച് പുരോഹിതനായ അഹ്റോൻ്റെ സന്തതികൾക്ക് യൂദയായുടെയും ബെഞ്ചമിൻ്റെയും ശിമയോൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് 13 നഗരങ്ങൾ ലഭിച്ചു. ശേഷിച്ച കൊഹാത്യർക്ക് എഫ്രായിമിൻ്റെ ഗോത്രത്തിൽ നിന്നും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും 10 പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു. ഗർഷോൻ കുടുംബങ്ങൾക്ക് ഇസാക്കർ, ആഷേർ, നഫ്താലി എന്നീ ഗോത്രങ്ങളിൽ നിന്നും ബാഷാനിൽ മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നും 13 പട്ടണങ്ങൾ നറുക്കനുസരിച്ച് ലഭിച്ചു. മെറാറി കുടുംബങ്ങൾക്ക് റൂബൻ്റെയും ഗാദിൻ്റെയും സെബുലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് 12 പട്ടണങ്ങൾ ലഭിച്ചു. കർത്താവ് മോശ വഴി കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം ഈ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നറുക്കിട്ട് ലേവ്യർക്ക് കൊടുത്തു. യൂദായുടെയും ശിമയോൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് താഴെ പറയുന്ന പട്ടണങ്ങൾ അവർക്ക് കൊടുത്തു. അവ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട കൊഹാത്ത് കുടുംബങ്ങളിലൊന്നായ അഹ്റോൻ്റെ സന്തതികൾക്കാണ് കിട്ടിയത്. അവർക്കാണ് ആദ്യത്തെ നറുക്കു വീണത്. അവർക്ക് യൂദായുടെ മലമ്പ്രദേശത്തുള്ള കിരിയാത്ത് അർബ, ഹെബ്രോൺ, ചുറ്റുമുള്ള മേച്ചിൽ സ്ഥലങ്ങളോടുകൂടി ലഭിച്ചു. അർബ അനാക്കിൻ്റെ പിതാവാണ്. എന്നാൽ പട്ടണത്തിലെ വയലുകളും അതിൻ്റെ ഗ്രാമങ്ങളും യെഫുന്നയുടെ മകനായ കാലബിനാണ് അവകാശമായി കൊടുത്തത്. പുരോഹിതനായ അഹ്റോൻ്റെ സന്തതികൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ താഴെ പറയുന്നവയാണ്: അഭയനഗരമായ ഹെബ്രോൺ, ലിബ്ന, യത്തീർ, എഷം തെമോവ, ഹോലോൺ, ദബീർ, ആയിൻ, യൂത്ത, ബെത്ഷമെഷ് എന്നീ പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. അങ്ങനെ ആ 2 ഗോത്രങ്ങളിൽ നിന്ന് 9 പട്ടണങ്ങൾ. കൂടാതെ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഗിബയോൻ, ഗേബ, അനാത്തോത്ത്, അൽമോൻ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. പുരോഹിതനായ അഹ്റോൻ്റെ സന്തതികളുടെ അവകാശം. അങ്ങനെ 13 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമായിരുന്നു. ലേവി ഗോത്രജരായ ഇതര കൊഹാത്ത് കുടുംബങ്ങൾക്ക് എഫ്രായിം ഗോത്രത്തിൽ നിന്നാണ് പട്ടണങ്ങൾ നൽകിയത്. അവർക്ക് ലഭിച്ച സ്ഥലങ്ങൾ ഇവയാണ്: എഫ്രായിമിൻ്റെ മലമ്പ്രദേശത്തുള്ള അഭയനഗരമായ ഷെക്കേം, ഗേസർ, കിബ്സായിം, ബെത്ത് ഹൊറോൺ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. ദാൻ ഗോത്രത്തിൽ നിന്ന് എൽതെക്കെ, ഗിബ്ബേദോൻ, അയ്യാലോൻ, ഗത്രിമ്മോൺ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് താനാക്ക്, ഗത്ത് റിമ്മോൺ എന്നീ 2 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. അങ്ങനെ ശേഷിച്ച കൊഹാത്ത് കുടുംബങ്ങൾക്ക് 10 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ലേവി ഗോത്രത്തിൽപ്പെട്ട ഗർഷോൻ കുടുംബങ്ങൾക്ക് മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ബാഷാനിലുള്ള അഭയനഗരമായ ഗോലാൻ, ബേഷ്തെര എന്നീ 2 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് കിഷിയോൻ, ദെബോറാത്ത്, യാർമുത്ത്, എൻഗന്നീം എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. ആഷേർ ഗോത്രത്തിൽ നിന്ന് മിഷാൽ, അബ്ദോൻ, ഹെൽക്കത്ത്, റഹോബ് എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. നഫ്താലി ഗോത്രത്തിൽ നിന്ന് ഗലീലിയിലുള്ള അഭയനഗരമായ കേദേശ്, ഹമ്മോത്ത് ദോർ, കർത്താൻ എന്നീ 3 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ലഭിച്ചു. അങ്ങനെ ഗർഷോൻ കുടുംബങ്ങൾക്ക് ആകെ 13 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ലേവ്യരിൽ ശേഷിച്ച മെറാറി കുടുംബങ്ങൾക്ക് സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് യോക്നെയാം, കർത്ത, ദിംന, നഹലാൽ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. റൂബൻ ഗോത്രത്തിൽ നിന്ന് ബേസർ, യഹാസ്, കെദേമോത്ത്, മെഫാത്ത് എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. ഗാദ് ഗോത്രത്തിൽ നിന്ന് അഭയനഗരമായ ഗിലെയാദിലെ റാമോത്ത്, മഹനായിം, ഹെഷ്ബോൺ,
യാസർ എന്നീ 4 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും നൽകി. അങ്ങനെ ശേഷിച്ച ലേവി ഗോത്രജരായ മെറാറി കുടുംബങ്ങൾക്ക് ആകെ 12 പട്ടണങ്ങളാണ് ലഭിച്ചത്. ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശ ഭൂമിയിൽ ലേവ്യർക്ക് 48 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളുമാണുണ്ടായിരുന്നത്. ഓരോ പട്ടണത്തിനു ചുറ്റും മേച്ചിൽ സ്ഥലവും ഉണ്ടായിരുന്നു. ഇസ്രായേൽ ദേശം സ്വന്തമാക്കുന്നു. ഇസ്രായേലിന് നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി. അവർ അത് കൈവശമാക്കി അവിടെ വാസമർപ്പിച്ചു. കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല. കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി.